ADGPയെ മാറ്റണമെന്ന വിവാദങ്ങൾക്കിടെ മുഖ്യമന്ത്രി നാളെ മാധ്യമങ്ങളെ കാണും. വാർത്താ സമ്മേളനം നാളെ രാവിലെ 11 മണിക്കാണ്. ശ്രീജിത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ശ്രീജിത്ത്, രണ്ട് പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഒരുപക്ഷെ മുഖ്യമന്ത്രി നാളെ വിശദീകരിക്കും. ഒന്ന്, മാധ്യമങ്ങളെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചൂരൽമല മുണ്ടക്കൈ ദുരന്ത മേഖലയിലെ നഷ്ടങ്ങൾ സംബന്ധിച്ചുള്ള കണക്ക് അത് തെറ്റായി അവതരിപ്പിച്ചു എന്ന് സർക്കാർ വൃത്തങ്ങൾ തന്നെ പറയുന്നു. അക്കാര്യത്തിൽ ഒരുപക്ഷെ നാളെ മാധ്യമങ്ങളോട് മുഖ്യമന്ത്രി വിശദീകരണം നൽകിയേക്കും. പക്ഷെ നമ്മൾ കാത്തിരിക്കുന്നത് ADGP MR അജിത് കുമാറിനെതിരെ ഇടതുമുന്നണിയിൽ പടനീക്കം സജീവമാകുമ്പോൾ മുഖ്യമന്ത്രി എന്തു പറയും എന്നറിയാനാണ്. വിജിലൻസിന്റെ അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു. സസ്പെൻഡ് ചെയ്യണമെന്ന് ഇടത് MLA PV അൻവർ ആവശ്യപ്പെട്ടിരിക്കുന്നു. CPIയും തലസ്ഥാനത്ത് നിന്ന് ADGPയെ മാറ്റണമെന്ന് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. നാളെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? എന്തൊക്കെ കാര്യങ്ങളായിരിക്കും നാളെ മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് വിശദീകരിക്കുക? ശ്രീജിത്ത്. അരുൺ, നീണ്ട മൗനത്തിന് ശേഷമാണ് മുഖ്യമന്ത്രി നാളെ മാധ്യമങ്ങളെ കാണുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രതികരണം നടത്താനാണ് ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി വാർത്താസമ്മേളനം വിളിച്ചത്. PV അൻവർ ഉയർത്തിവിട്ട ആക്ഷേപങ്ങളെപ്പറ്റിയുള്ള പ്രതികരണം അദ്ദേഹം നടത്തിയത് പൊതുവേദിയിലാണ്. പോലീസിലെ പുഴുക്കുത്തുകൾക്കെതിരെ കർശനമായ നടപടി ഉണ്ടാകുമെന്ന പ്രഖ്യാപനമാണ് കോട്ടയത്ത് മുഖ്യമന്ത്രി നടത്തിയത്. അതിനുശേഷം ഇങ്ങോട്ട് ഉയർന്നു വന്ന വിവാദങ്ങളിലോ മുഖ്യമന്ത്രി ഓഫീസിനെ തന്നെ ആകെ ഗ്രസിക്കുന്ന ആരോപണങ്ങളിലോ ഇതുവരെയും മുഖ്യമന്ത്രി മൗനം പാലിക്കുകയായിരുന്നു. ഈ മൗനത്തിനെല്ലാം നാളെ അറുതി വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നാൽ മുഖ്യമന്ത്രിക്ക് നാളെ മാധ്യമങ്ങളെ വിമർശിക്കാനും മാധ്യമങ്ങളെ നേരിടാനും പറ്റിയൊരു വിഷയം അരുൺ സൂചിപ്പിച്ച പോലെ കിട്ടിയിട്ടുണ്ട്. അത് ഈ വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട ദുരന്ത നിവാരണ നിയമപ്രകാരം തയ്യാറാക്കിയ കണക്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. പെരുപ്പിച്ച് കാട്ടിയ കണക്കെന്ന ആക്ഷേപം മാധ്യമങ്ങൾ നിരത്തിയത് കേരള താല്പര്യത്തിന് വിരുദ്ധമാണെന്ന വിമർശനം ഇപ്പോൾ തന്നെ മന്ത്രിമാരും പാർട്ടി നേതൃത്വവും ഒക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. അത് മുഖ്യമന്ത്രിയും ആവർത്തിക്കാനാണ് സാധ്യത. എന്നാൽ നാളത്തെ വാർത്താ സമ്മേളനത്തെ ശ്രദ്ധേയമാക്കാൻ പോകുന്നത് ADGP MR അജിത് കുമാറിനെതിരെ സർക്കാർ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നത് തന്നെയാണ്. കാരണം MR അജിത് കുമാറുമായി ബന്ധപ്പെട്ട് ഉയർന്ന നിരവധി ആക്ഷേപങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് RSS നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ്. ഈ കൂടിക്കാഴ്ച പോലീസ് തന്നെ സ്ഥിരീകരിക്കുന്നു. സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് തന്നെ മുഖ്യമന്ത്രിയുടെ മേശപ്പുറത്തുണ്ട്. അപ്പോൾ ഇനി ഈ കാര്യത്തിൽ ഒരു അന്വേഷണത്തിൻ്റെ ആവശ്യമില്ല, ഒരു രാഷ്ട്രീയ ബോധ്യം മാത്രം മതി എന്നാണ് CPI നേതാവ് K പ്രകാശ് ബാബു ഇന്നലെ ജനയുഗത്തിലെ ലേഖനത്തിലൂടെ ചൂണ്ടിക്കാണിച്ചത്. അദ്ദേഹം അത് പരസ്യമായി പറയുകയും ചെയ്തു. ആ രാഷ്ട്രീയ ബോധ്യം മുഖ്യമന്ത്രിക്ക് വന്നിട്ടുണ്ടോ എന്നതിൻ്റെ ഒരു അളവുകോലായി നാളത്തെ വാർത്താ സമ്മേളനം മാറും. നാളെ എന്താണ് അദ്ദേഹം പ്രതികരിക്കാൻ പോകുന്നത് എന്നാണ് അറിയാനുള്ളത്. ഒരു മാസത്തെ അന്വേഷണം സംസ്ഥാന പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടെങ്കിലും അതുവരെ കാത്തിരിക്കണോ? ഇപ്പോൾ ഉയർന്നു വന്ന പൂരം കലക്കൽ അന്വേഷണമടക്കം കലക്കിയുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളും ആരോപണങ്ങളും നിൽക്കുന്നു. ഒപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കെതിരെ പാർട്ടി നേതൃത്വത്തിൽ PV അൻവർ പരാതി നൽകിയിരിക്കുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം മുഖ്യമന്ത്രി നാളെ മൗനം ഭഞ്ജിച്ച് അദ്ദേഹം നല്ല പ്രതികരണങ്ങൾക്ക് തയ്യാറാകുമോ എന്നാണ് അറിയാനുള്ളത്. ശ്രീജിത്ത്, ഈ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന വിഷയം ഈ തൃശ്ശൂർ പൂരം കലക്കിയതാര്, തൃശ്ശൂർ പൂരം അലങ്കോലമാക്കിയതാര് എന്നുള്ള അന്വേഷണത്തിന് ഏപ്രിൽ 23-ാം തീയതി മുഖ്യമന്ത്രി തന്നെ ഉത്തരവിട്ടിട്ടും മുഖ്യമന്ത്രി അത് മാധ്യമങ്ങളിലൂടെ വിശദീകരിച്ചിട്ടും അങ്ങനെ അന്വേഷണം ആഭ്യന്തര വകുപ്പിൽ നടക്കുന്നില്ല എന്നാണ് വിവരാവകാശ മറുപടി കിട്ടിയിരിക്കുന്നത്. ഈ പശ്ചാത്തലത്തിൽ അതിനുകൂടിയുള്ള മറുപടി മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ടതുണ്ട് നമ്മളല്ലേ? തീർച്ചയായും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം അട്ടിമറിക്കാൻ എങ്ങനെയാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ധൈര്യം ലഭിക്കുക? ഏത് തരത്തിലുള്ള അധികാരം ഉപയോഗിച്ചാണ് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പിൻ്റെ തലവനുമായ പിണറായി വിജയൻ്റെ ഉത്തരവ് പ്രകാരമുള്ള അന്വേഷണത്തെ അട്ടിമറിക്കുന്നത്? ഈ ചോദ്യമാണ് ഭരണമുന്നണിയിൽ നിന്ന് പോലും സർക്കാരിന് നേരെ ഉയരുന്നത്. അതുകൊണ്ട് ഈ ചോദ്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയില്ല. പൂരം എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജനതയുടെ മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ ആകെ തന്നെ ഒരു സാംസ്കാരിക ഉത്സവമായി മാറിയ ഒരു കാര്യമാണ്. അപ്പോൾ അത്തരമൊരു ഉത്സവ പ്രതീതി ഉള്ള ഒരു ഉത്സവത്തെ കലക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നതിനെ പറ്റിയുള്ള അന്വേഷണം അത് കലക്കിയത് തന്നെ ഗുരുതരമായ കാര്യമാണ്. അതേപ്പറ്റിയുള്ള അന്വേഷണവും അട്ടിമറിക്കുന്നു വരുമ്പോൾ നിശ്ചയമായും മുഖ്യമന്ത്രിയിൽ നിന്ന് മറുപടി പ്രതീക്ഷിക്കുന്ന വിഷയങ്ങളാണ്. ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ നിലപാട് എങ്ങനെയാണ് ഈ അന്വേഷണം അട്ടിമറിക്കപ്പെട്ടത്? മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അന്വേഷണം എന്തുകൊണ്ട് 5 മാസമായിട്ടും ഫലപ്രാപ്തിയിലെത്തിയില്ല, ഒരു റിപ്പോർട്ട് പോലും ആയില്ല എന്ന കാര്യത്തിലും മുഖ്യമന്ത്രി നാളെ പ്രതികരണം നടത്തും എന്നാണ് പ്രതീക്ഷിക്കേണ്ടത്.